Meet the editors. വെള്ളാപ്പള്ളിയുടേത് വർഗീയ ആഹ്വാനമോ എന്നാണ് ചോദ്യം. ആയിരത്തി 1949 നവംബർ മാസത്തിലാണ് കോട്ടയത്ത് വെച്ച് ചേർന്ന ഒരു ഹൈന്ദവ സമ്മേളനത്തിലാണ് നമ്മൾ ഈ മുദ്രാവാക്യം ആദ്യം കേട്ടത്. നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളതായിരുന്നു ആ ടാഗ്. പിന്നീട് ഏറെക്കാലം നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളത് ഹൈന്ദവ ഏകീകരണത്തിനും ഹൈന്ദവ സംഘടനകളുടെ ജാതിരഹിത ഏകീകരണത്തിനും വേണ്ടി മന്നത്തിൻ്റെയും ശങ്കറിൻ്റെയും പേരിൽ ആ മുദ്രാവാക്യം മുഴങ്ങിക്കിട്ടു. ആ മുദ്രാവാക്യത്തെയാണ് ഇപ്പോൾ നമ്പൂതിരി മുതൽ നായാടി എന്നത് ഉപേക്ഷിച്ച് വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നസ്രാണി എന്നത് മാറ്റി എഴുതിയിരിക്കുന്നത്. ഇതൊരു വർഗീയമായിട്ടുള്ള ഒരു ആഹ്വാനമാണോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിനു മുമ്പ് ഈ ഹിന്ദു ഐക്യത്തിലേക്കും ഒരുപക്ഷെ 2026 പുതിയ ഹിന്ദു മഹാമണ്ഡലം രൂപീകരണത്തിലേക്കുമൊക്കെ NSSും SNDPയും ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ യോജിച്ചു പോകാനാകും, ഏതൊക്കെ വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. കേരളത്തിലെ പ്രബല സാമുദായിക സംഘടനകളായ NSSും SNDPയും പല വിഷയങ്ങളിലും പല സമയങ്ങളിൽ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം NSSും SNDPയും യോജിക്കുന്നതെവിടെ, വിയോജിക്കുന്നതെവിടെ എന്നുള്ളത്. ഭൂരിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 1949 മുതൽ 1950 51 മന്നവും ശങ്കരും ചേർത്ത് നടത്തിയ ഇടപെടലുകളുണ്ട്. അത് ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് മുതൽ തന്നെ ജാതിരഹിതമായ ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണം, പക്ഷേ അന്നത് കോൺഗ്രസിനെ ലക്ഷ്യമിട്ടായിരുന്നു. ഇന്നും നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗിനെയും UDFിനെയും ലക്ഷ്യമിട്ടാണെന്നുള്ളതാണ് കാര്യം. അതിൽ ഭൂരിപക്ഷ ഐക്യത്തെക്കുറിച്ച് NSSനും SNDPക്കും ഒരേ സ്വരമാണ്. ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് NSSനുള്ളത്, SNDPക്കുള്ളത്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ വലിയ നാമജപ ഘോഷയാത്രയൊക്കെ നടന്നെങ്കിലും യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആ തെറ്റ് തിരുത്തി. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പിന്തുണയ്ക്കുന്നു, SNDPയും പിന്തുണയ്ക്കുന്നു. എന്നാൽ ഇതാ നോക്കൂ, സാമ്പത്തിക സംവരണം പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ സാമ്പത്തിക സംവരണം അഥവാ മുന്നോക്ക സംവരണത്തിൻ്റെ കാര്യത്തിൽ NSS 10% സംവരണം നടപ്പാക്കിയ സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുമ്പോൾ മുന്നോക്ക സംവരണത്തിന് എതിർത്ത് നിലപാടെടുക്കുകയാണ് SNDP. കാരണം ആ സംവരണത്തിൽ അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ജാതി സെൻസസ് വരുമ്പോൾ നേരത്തെ സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാത്ത NSS സാമുദായിക സംവരണം വരുന്ന സമയത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ജാതി സെൻസസ് വേണം എന്ന നിലപാട് SNDP എടുക്കുമ്പോൾ ജാതി സെൻസസ് പാടില്ല എന്ന നിലപാട് NSS എടുക്കുന്നതും കാണാം. ഈ വിഷയങ്ങളിലൊന്നും NSSനും SNDPക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലെ സമദൂരം എന്നുള്ള ആശയമാണ് NSS ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. LDF സർക്കാരിനോട് വലിയ വിയോജിപ്പുകളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്ന് ഇന്ന് സുകുമാരൻ നായർ വിട്ടുനിന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ പോലും ആ അർത്ഥത്തിലുള്ളൊരു വിമർശനം നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പോലും അങ്ങനെ ഒരു വിമർശനം നടത്തിയിട്ടില്ല. ഇപ്പോഴും സമദൂരമാണ് തങ്ങളുടെ നിലപാടെന്ന് NSS പറയുമ്പോൾ അടുത്ത ടേം LDF വരും എന്ന നിലപാടെടുക്കുന്നത് SNDP ആണ്. VD സതീശനെ കുറിച്ചുള്ള വിമർശനത്തിൽ വീണ്ടും ഇവർ രണ്ടുപേരും ഐക്യപ്പെടുന്നത് കാണാം. ലീഗിൻ്റെ വിമർശനത്തിൽ NSS ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നു. NSS ആ അർത്ഥത്തിൽ തുടർന്ന് ലീഗിനെതിരെ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുന്നതും കാണാം. BJPയെ കുറിച്ചുള്ള വിമർശനം NSS ഇന്നത്തെ യോഗത്തിൽ നടത്തുന്നുണ്ട്, പക്ഷേ SNDP നടത്തുന്നില്ല എന്ന് കാണാം. കൗതുകകരമായ കാര്യമാണ്. കാരണം NSS തൃശ്ശൂർ പിടിച്ചതുപോലെ BJPക്ക് NSS പിടിക്കാൻ കഴിയില്ല എന്ന ഒരു വാചകം ഇന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനോട് നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു നോക്കൂ, BJPയെക്കുറിച്ച് കമാന്നൊരക്ഷരം വെള്ളാപ്പള്ളി നടേശൻ മിണ്ടൂല. അതേസമയം ലീഗിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സുകുമാരൻ നായരും വിമർശനമൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏറെ വ്യത്യാസങ്ങളും എന്നാൽ ചില വിഷയങ്ങളിൽ യോജിപ്പുകളും ഉള്ളതാണ് NSSും SNDPയും തമ്മിലുള്ളത്. 1949-50 കാലഘട്ടത്തിൽ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കാൻ ഇറങ്ങിയ ശങ്കറിൻ്റെയും മന്നത്തിൻ്റെയും അവസ്ഥയിലല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഉള്ളത് എന്നുള്ളത് ചരിത്രം പഠിച്ചാലും രാഷ്ട്രീയം നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് സ്മൃതി കൗതുകകരമായ കാര്യമുള്ളത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒട്ടേറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇപ്പോഴും NSSനും SNDPക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. സാമ്പത്തിക സംവരണമാവട്ടെ, സാമുദായിക സംവരണമാവട്ടെ, ജാതി സെൻസസ് ആവട്ടെ, രാഷ്ട്രീയത്തിലെ സമദൂരമാവട്ടെ, ലീഗ് വിമർശനമാവട്ടെ, BJPയെക്കുറിച്ചുള്ള വിമർശനമാവട്ടെ, എന്നാൽ ഇവരെല്ലാവരും ഒരുമിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബിന്ദു VD സതീശനാണ്. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരുപക്ഷെ അധികാരത്തിൽ സർക്കാർ എത്തിയാൽ ലഭിക്കാൻ പോകുന്ന
പോകുന്ന അധികാരത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക അവരെ യോജിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എങ്ങനെയാണ് അതിനെ സ്മൃതി കാണുന്നത്? ഈ ഐക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ഒരു മുദ്രാവാക്യം, അത് NSS പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിച്ചിട്ടില്ല. ഹിന്ദു ഐക്യത്തെക്കുറിച്ച്, സമുദായ ഐക്യത്തെക്കുറിച്ച് ചർച്ചകളാകാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അക്കാര്യത്തിലൊരു വിയോജിപ്പുള്ളതായിട്ട് തോന്നുന്നുണ്ടോ സ്മൃതിക്ക്? ഏറ്റവും അപകടകരമായ വർഗീയ ധ്രുവീകരണ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഐക്യശ്രമം നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അതൊരു ഘട്ടത്തിൽ പൊളിഞ്ഞു പോവുകയായിരുന്നു. അന്ന് സുകുമാരൻ നായരുമായി ഐക്യപ്പെടാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി SNDP യോഗം നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. രണ്ടുപേരും ഐക്യത്തോടെ ആദ്യത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞത്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ആ ഐക്യം തകർന്നു. വെള്ളാപ്പള്ളി അധിക്ഷേപ പ്രതികരണങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തുന്നുണ്ട്. സുകുമാരൻ നായരെ പറഞ്ഞിട്ടുള്ളത് മന്ദമിരുന്നെടുത്ത് ഇപ്പോൾ ഇരിക്കുന്നതൊരു മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തുകയും ഈ ഐക്യം എന്നുള്ള ചത്ത കുതിരയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന നായാടി മുതൽ ഇപ്പോൾ നസ്രാണി വരെ എന്ന് പറയുന്നിടത്ത് അതിൽ കുറച്ചുകൂടി കടന്ന രീതിയാണ്. അത് നസ്രാണി വരെ എന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതെന്താണ് അങ്ങനെ വരുന്നത്? അപ്പോൾ അതിൽ ഒഴിവാക്കപ്പെടുന്ന ആരാണ്? മുസ്ലിം ന്യൂനപക്ഷമാണ് ഒഴിവാക്കപ്പെടുന്നത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്ക് പേടിയാണ് എന്നാണ്. ആ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിക്കാതെ പോയൊരു പ്രയോഗമാണ്. അവർക്ക് പേടിയാണ്. ആർക്ക് പേടിയാണ്? ക്രിസ്ത്യൻ വിഭാഗത്തിന് മുസ്ലിം ന്യൂനപക്ഷത്തെ ഭയമാണത്രേ. അപ്പോൾ ഇങ്ങനെ ഒരു വർഗീയ പ്രതികരണം നടത്തിയ വെള്ളാപ്പള്ളി എന്ത് ഐക്യത്തിനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കെതിരെയുള്ള ഐക്യം? ഈ ഐക്യം ആർക്കു വേണ്ടി? അപ്പോൾ ആര് പറയുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന സമിതി അധ്യക്ഷന്റെ വർഗീയ പ്രതികരണത്തെക്കുറിച്ചാണ് കേട്ടോ. ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് ഓർമ്മിച്ച് പോകാമെന്ന് തോന്നുന്നു. പിയാസുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. വെൽക്കം പിയാസുനിൽ. ഒരു വർഗീയവാദിയുടെയും തിണ്ണനിറങ്ങാൻ തന്നെ കിട്ടില്ലെന്നാണ് VD സതീശൻ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത്. ഇന്ന് പെരുന്നയിൽ വെച്ച് സുകുമാരൻ നായർ VD സതീശനെ കടന്നാക്രമിക്കുന്നതും ആ വാചകം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. എന്താണ് VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്തപ്പോൾ, തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒക്കെ സതീശൻ പറഞ്ഞ ആ നിലപാട് നമുക്കൊന്ന് കേട്ടുവരാം. എല്ലാ വർഗീയതയും, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചെറുത്ത് തോൽപ്പിക്കും. ഞങ്ങൾ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ UDF പോവില്ല. കാർക്കശ്യം നിറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത്. അവരുടെ വോട്ട് വേണ്ട എന്നുള്ള പ്രഖ്യാപനം വരെ ഞങ്ങൾ നടത്തി. മതേതരവാദികളുടെ വോട്ട് കൊണ്ട് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ജയിച്ചാൽ മതി എന്നുള്ള നിലപാടെടുത്തു. ഈ കർശനമായ നിലപാട്, കാർക്കശ്യം നിറഞ്ഞ ഈ നിലപാട് കേരളത്തിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NSSന്റെ തിണ്ണയിലിരുന്ന് നിറങ്ങിയ ആളാണ് VD സതീശൻ എന്നായിരുന്നു ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഇന്നത്തെ പ്രതികരണം. യഥാർത്ഥത്തിൽ തിണ്ണ നിറങ്ങിയെന്നല്ല പറഞ്ഞത്, തിണ്ണ നിറങ്ങിയില്ല, അവിടെ വന്ന് 1.5 മണിക്കൂർ NSSന്റെ ആസ്ഥാനത്തിരുന്നു എന്നാണ്. സതീശനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് പണി കിട്ടുമെന്നും പ്രതിപക്ഷ നേതാവിന് അഹങ്കാരമാണെന്നും വരെ സുകുമാരൻ നായർ ഇന്ന് തുറന്നടിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ സർക്കാരിനെ തലോടാനും ജനറൽ സെക്രട്ടറി മറന്നില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തെറ്റിതിരുത്താൻ സർക്കാർ തയ്യാറായിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. VD സതീശനെ എങ്ങനെയാണ് സുകുമാരൻ നായർ വിമർശിക്കുന്നത് എന്ന്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഓടി ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു. ശബരിമലയിൽ ചില ചിട്ടകളുണ്ട്. അവിടെ സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകളെ കയറ്റരുതെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇന്ന ഏജിനകത്തുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറഞ്ഞു. അതൊരു കീഴ്വഴക്കമാണ്. അതിനുവേണ്ടി പറയാൻ ഒരുത്തരും ഇവിടെ ഇല്ലായിരുന്നു. അത് ഖണ്ഡിച്ചു ഈ ഗവൺമെന്റ്. സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തി, മറ്റ് ആചാരങ്ങൾ തെറ്റിക്കാൻ നോക്കിയപ്പോൾ NSS ശക്തമായിട്ട് അതിനെ എതിർത്തു. നാമജപ ഘോഷ യാത്ര നടത്തി, അത് ക്ലിക്ക് ചെയ്തു. അന്നേരം ഇതിൻ്റെ കൂടെ കൂടിയ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസും BJPയും കൂടെ കൂടി. അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അവരത് വിട്ടുപോയി. 2 പേര് സ്ഥലം വിട്ടുപോയി. ഞങ്ങൾ ഒറ്റയായി. ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ കേസുകൾ നടത്തി. സുപ്രീം കോടതി വരെ പോയി. നമുക്ക് ലക്ഷ്യം അതേ ഉള്ളൂ, ഇത് മുതലെടുക്കുക എന്നുള്ളതല്ല. നമുക്ക് ആചാരങ്ങൾ നിലനിന്ന് പോകണം. അത് തിരുത്താൻ അവർ തയ്യാറാകുമ്പോൾ ആ നടപടിയിൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്യും. VD സതീശനെ NSSും SNDPയും കടന്നാക്രമിക്കുമ്പോൾ, സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കടന്നാക്രമിക്കുമ്പോൾ VD സതീശൻ്റെ മറുപടിയും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വർഗീയതയോട് ഏറ്റുമുട്ടി വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു വിമർശനങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി. അതും കാണാം.
അല്ല, ഞങ്ങൾക്ക് എല്ലാവരും ഐക്യപ്പെട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. വർഗീയത പ്രചരിപ്പിച്ച് വിദ്വേഷ പ്രചരണം കേരളത്തിൽ ആര് നടത്തിയാലും അതിനെതിരായി കോൺഗ്രസും UDF നിലപാടെടുക്കും. ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിച്ചത് എന്നെയാണ്. ഞാൻ എന്നിട്ട് തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഗുരുനിന്ദയാണ്. അദ്ദേഹം പലരുടെയും ഉപകരണമായി മാറുന്നു. അങ്ങനെ ആകരുത്. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പെട്ട് പുതച്ചു കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല. CPM-ഉം സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുക. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. അത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാൻ എന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി പറഞ്ഞു. പിയാസുനിൽ കൂടിയുണ്ട്. പിയാസുനിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇന്നത്തേത് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുകുമാരൻ നായരുടെയും ഒപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെയും നീക്കമാണോ നമ്മൾ കണ്ടത്? ഉന്നം VD ആയിരുന്നോ? VD സതീശൻ കേരളത്തിലെ ഹീറോ ആയി മാറി. VD സതീശനെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ചേർന്ന് കേരളത്തിലെ ഹീറോ ആക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിലെ രാഷ്ട്രീയമാണ്. എന്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം എന്നത്? വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഇപ്പോ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ, അപ്പോൾ അപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയമാണ്. ഉത്തരേന്ത്യയിൽ എന്ത് രാഷ്ട്രീയമാണോ BJPയും സംഘപരിവാറും ഉയർത്തുന്നത് അതിന് സമാനമായ രാഷ്ട്രീയമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്നിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നു. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ പറയുന്നു. പക്ഷേ കേരളത്തിൽ വർഗീയ വിഷം തുപ്പുക, വർഗീയമായി ചേരുതിരിവുണ്ടാക്കുക, അതിനുവേണ്ടി പ്രസ്താവന നടത്തുക, കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മുഴുവൻ മാറ്റിയെടുക്കുക, അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്, ഇന്നലെ നടത്തിയത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. അതിനുള്ള പിന്തുണ ഇപ്പോൾ സുകുമാരൻ നായർ കൂടി നൽകിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ വിഷയം ഈ വർഗീയതയാണ് എന്ന് ഈ സാമുദായിക നേതാക്കൾ തീരുമാനിക്കുകയാണ്. ആ നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കാം. പ്രത്യേകിച്ച് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ അതിനുള്ളിലെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ UDF-നെതിരായ രാഷ്ട്രീയമാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അതല്ല VD സതീശൻ നയിക്കുന്ന മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തെ NSS-ഉം SNDP-യും ഒരുമിച്ച് എതിർക്കുന്നുവെന്നാണോ കണക്കാക്കേണ്ടത്? പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെയും VD സതീശനെ പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ കാണുന്നത്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അനുചിതമായ ഒരു സംവിധാനം അല്ല ഇപ്പോൾ അടുത്ത ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? ഇപ്പോൾ VD സതീശനെതിരെ NSS, SNDP-യും നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ മാത്രമാണ് ഒഴിവാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് PR സുനിൽ പറഞ്ഞ പോലെ അത് സംഘപരിവാർ രാഷ്ട്രീയം മാത്രമാണ്, അത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അത് ഇടതുപക്ഷ രാഷ്ട്രീയമായി കാണാനേ കഴിയില്ല. ഇപ്പോഴവർ ചിലപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടാവാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 24 മണിക്കൂർ മതി ഈ ട്രെൻഡ് മാറാൻ എന്ന് പറയുന്നുണ്ടല്ലോ സുകുമാരൻ നായർ. ഈ 24 മണിക്കൂർ പിന്നീട് ഒരിക്കലും ഉണ്ടായാൽ ആ ട്രെൻഡ് ചിലപ്പം BJPക്ക് അനുകൂലമായി മാറാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അനുചിതമായൊരു സംവിധാനമാണോ എന്ന് നോക്കിക്കേ. അങ്ങനെ അനുചിതമായ സംവിധാനം അല്ല. അപ്പം മുസ്ലിം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ അതിനെ കണക്കാക്കേണ്ടതാണ്? വർഗീയ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞാൽ ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞിട്ടില്ല കേട്ടോ. സുകുമാരൻ നായർ ക്ലാരിറ്റിയോട് കൂടി തന്നെ പറയാം. പക്ഷേ ആരാണ് അതിന് നേതൃത്വം കൊടുത്ത് അത് തുടങ്ങി വെച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ അകത്ത് വർഗീയ രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് മാത്രമല്ല, ഇന്ന് സുകുമാരൻ നായർ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, BJP തള്ളി പറയുകയും ചെയ്തു. അപ്പം സുകുമാരൻ നായർ എന്ന് പറഞ്ഞത് ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? കോൺഗ്രസ് അധികം അഹങ്കരിക്കേണ്ട എന്നതിനകത്ത് പറഞ്ഞിട്ട് കോൺഗ്രസ് അധികം അഹങ്കരിക്കേണ്ട, അഹങ്കാരം നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ താഴ്മയോടുകൂടി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചു എന്ന് കരുതി നിങ്ങൾ ഓവർ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ ചോദ്യം എങ്ങനെയായിരുന്നു? കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞത് അതൊക്കെ ഇത്തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് കാത്തിരുന്ന് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു
മതസമുദായത്തിൻ്റെ നേതാവ് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ് എന്നുള്ളതാണ്. നമ്മൾ ഈ താക്കോൽ സ്ഥാനമൊക്കെ കേട്ടതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹം പെരുമാറിയത്, അതൊക്കെ ഇടപെട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇടപെടാൻ ശേഷിയുള്ള ഒരു നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇടപെടാൻ ശേഷിയുള്ളതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ള നേതാവാണ് അല്ലേ. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കോൺഗ്രസ് രാഷ്ട്രീയം ഇടപെട്ടുള്ള നേതാവ്. അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസ്സുകാർക്ക് അഹങ്കാരമുണ്ടെന്നും ആ അഹങ്കാരം വി ഡി സതീശനിലേക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് ചെറുതായി കോൺഗ്രസ്സുകാർ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കാണരുത് എന്നുള്ളതാണ്. അദ്ദേഹം എന്താണ് CPM-നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തത് പറയുന്നുണ്ട്. കാരണം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞ ഇടതുപക്ഷം തെറ്റിതിരുത്തി വന്നാൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കണ്ടേ എന്ന് ചോദിക്കുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഈ നാമജപ ഘോഷയാത്രയ്ക്കൊപ്പം UDF ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു. അവർക്ക് അതിനകത്ത് മുതലെടുപ്പ് നടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് പോയി. ഞങ്ങൾ ലാസ്റ്റ് ഒറ്റയ്ക്കായി ഞങ്ങൾ മാത്രം സ്റ്റേഷനിലേക്ക് എന്താണ് കോടതിയിൽ കേസ് നടത്തേണ്ട അവസ്ഥ വന്നു. അതിനുശേഷം അവർ തെറ്റിദ്ധരുത്തി വരുമ്പോൾ അവരെ അംഗീകരിക്കേണ്ട എന്നൊരു നിലപാടും കൂടെ എടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ വിചാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായാടി മുതൽ നസ്രാണി വരെ ഇന്നുള്ള ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗം ചിലപ്പോൾ NSS-നെ കിട്ടാൻ സാധ്യതയില്ല. കറക്റ്റ്. സ്മൃതി, ഇതിനെ രണ്ടായിട്ട് തന്നെ കാണണമോ എന്നുള്ളതാണ്. അതായത് NSS-ൻ്റെയും SNDP-യുടെയും നിലപാട്, അഥവാ സുകുമാരൻ നായരുടെ നിലപാടും വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെയും രണ്ടായിട്ട് കാണണോ? ഇതൊരു വർഗീയ ആഹ്വാനമാണോ? വെള്ളാപ്പള്ളിയുടേത് വർഗീയ ആഹ്വാനമാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ NSS ജനറൽ സെക്രട്ടറിയും വാർത്താ സമ്മേളനം നടത്തി എന്നിടത്താണ് എല്ലാവരും അത്ഭുതത്തോടെ കണ്ടത്. തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നു. ഒരു ഐക്യത്തിനുള്ള ആഹ്വാനം വെള്ളാപ്പള്ളി നടത്തുമ്പോൾ, ഈ പറഞ്ഞ നസ്രാണി വരെയുള്ള ഐക്യത്തിൻ്റെ ആഹ്വാനം നടത്തുമ്പോൾ ഐക്യത്തിന് സാധ്യതയുണ്ട്, ഐക്യത്തിൻ്റെ ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് അവിടെ സുകുമാരൻ നായർ പറയുന്നുണ്ട്. അങ്ങനെ പ്രത്യേകമായ ഒരു ഐക്യത്തിനുള്ള പ്രത്യേക സാഹചര്യം കേരളത്തിൽ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ അദ്ദേഹം വിശദീകരണം നടത്തുന്നില്ല. എന്നാൽ വെള്ളാപ്പള്ളി എടുത്തു പറയുന്ന മുസ്ലിം ലീഗ് വിരുദ്ധത അത് പൂർണ്ണമായും 2-3 ചോദ്യങ്ങൾക്കിടയിൽ സുകുമാരൻ നായർ തള്ളുന്നുണ്ട്. അഞ്ചാം മന്ത്രി സ്ഥാനത്തിനൊക്കെ അന്ന് സുകുമാരൻ നായർ എടുത്ത നിലപാടല്ല ഇന്ന് അദ്ദേഹം പറയുന്നത്. 20 MLA-മാരുണ്ടായിരുന്നില്ലേ അന്നത്തെ കാര്യം, അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നില്ല എന്ന് പലതവണയായി മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അങ്ങനെ പറയുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിനെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടല്ല, ഒരു ഐക്യത്തിനുള്ള സാധ്യതകളുണ്ട്, അതെന്താണ്, ഐക്യത്തിന് ഇങ്ങോട്ടൊരു ശ്രമം നടത്തുമ്പോൾ അതിനെ തള്ളേണ്ടതില്ല എന്ന രൂപത്തിലാണ് സുകുമാരൻ നായർ പ്രതികരിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനത്തിന് ഒരു അജണ്ടയുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെയായിരുന്നു. വെള്ളാപ്പള്ളിക്കും അജണ്ടയുണ്ട്. വെള്ളാപ്പള്ളി അജണ്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഊളംപാറയിലേക്ക് അയക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവിനെ പറ്റി പറയുന്നത്. ഇന്നായപ്പോഴേക്കും അത് ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകര എന്ന് നമ്മൾ പറയും. അദ്ദേഹം പറഞ്ഞത് ഇന്നലെ കുരുത്ത തകര അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തി. എന്തായാലും അദ്ദേഹത്തിന് സീനിയോറിറ്റി ഇല്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സീനിയറായ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ വർഗീയവാദിയായി കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളാപ്പള്ളി നടത്തുന്നത് വർഗീയ പ്രതികരണങ്ങളാണ് എന്ന് പറയുന്ന ഏക രാഷ്ട്രീയ നേതാവായി പ്രതിപക്ഷ നേതാവ് ചുരുങ്ങുന്നു എന്നിടത്താണ് VD സതീശനെതിരെ വെള്ളാപ്പള്ളി ഇങ്ങനെ ആക്രമണം അഴിച്ചുവിടുന്നത്. മറ്റൊരു നേതാവും തന്നെ വർഗീയ പ്രതികരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നിടത്താണ്. അപ്പോൾ എല്ലാം കൂടി ഈ വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന വർഗീയതയ്ക്കെതിരെ പ്രസംഗിച്ചാൽ പുറകിൽ നിന്ന് കുത്തിയാലും മുന്നിൽ നിന്ന് കുത്തിയാലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, വീരാളിപ്പട്ട് കുറച്ച് കിടക്കും എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രതികരണമല്ല. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി അവിടെ പറവൂരിൽ തന്നെ ചെന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് VD സതീശനെതിരെ നടത്തിയ പ്രസംഗങ്ങളുണ്ട്, പ്രതികരണങ്ങളുണ്ട്. അന്ന് നടത്തിയ പ്രസംഗമാണിത്. അന്ന് നടത്തിയ പ്രസംഗം അദ്ദേഹം ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിലെ വാചകങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അന്ന് വെള്ളാപ്പള്ളി ചെയ്ത ഏറ്റവും നല്ല ഉപകാരം എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനെതിരെ അവിടെ നടത്തിയ ആഹ്വാനങ്ങൾ അദ്ദേഹത്തിൻ്റെ 15,000 എന്നുള്ള ഭൂരിപക്ഷം 20,000-ലേക്ക് ഉയർത്തി എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി എവിടെയൊക്കെ ആഹ്വാനം നടത്തുന്നു അവിടെയൊക്കെ നേതാക്കൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാലിൻ്റെ സീനിയോറിറ്റിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. KC വേണുഗോപാലിനെ തോൽപ്പിക്കണമെന്ന് ആലപ്പുഴയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. KC ഗോപാൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ശത്രു VM സുധീരനാണ്. ഇപ്പോൾ VD സതീശനെ പോലെ വെള്ളാപ്പള്ളിക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഏക കോൺഗ്രസ് നേതാവ് VM സുധീരനാണ്. അദ്ദേഹത്തിനെതിരെയും പ്രസംഗിച്ചിട്ടുണ്ട്. VM സുധീരൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സുകുമാരൻ നായർ ഇപ്പോൾ VD സതീശനെതിരെ പറയുന്നത് ഈ തിണ്ണനിരങ്ങൾ പ്രയോഗം വളരെ മുമ്പ് നടത്തിയ പ്രയോഗമായിരുന്നു. ആ പ്രയോഗത്തിൻ്റെ മുറിവ് അത് സുകുമാരൻ നായർ മറന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഇതേ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കേണ്ടതില്ല എന്ന് അദ്ദേഹം മയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ കാണാൻ പോകുന്നു എന്നുള്ളത് ഞാനിപ്പോൾ കാണാൻ പോകുന്നുണ്ട് എന്ന് അദ്ദേഹം മാറ്റി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സാമുദായിക നേതാക്കളുടെ എല്ലാം പിന്തുണ എല്ലാവരും തേടുന്നു. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല എന്നൊരു
സമീപനത്തിലേക്ക് പ്രതിപക്ഷ നേതാവും എത്തുന്നുണ്ട്. ഇവിടെ ഈ സഭകളുടെ എല്ലാം പിന്തുണ, സിനഡിൽ പോയിട്ട് നേടിയിരിക്കുന്ന പിന്തുണ, മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ, മുസ്ലിം സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന, കോൺഗ്രസിന് ലഭിക്കുന്ന പിന്തുണ, ഇതെല്ലാം തന്നെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് UDF അനുകൂലമായിട്ടുള്ളത്. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ട് ഇനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് വരുമ്പോൾ ഭൂരിപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിക്ക് നേരെ കണ്ണടക്കുക, വെള്ളാപ്പള്ളിയെ കയറൂരി വിടുക എന്നതുകൊണ്ട് ആർക്കാണ് ഇവിടെ നേട്ടം എന്നുള്ളതാണ്. സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള ശബ്ദമായി നേരത്തെ വെള്ളാപ്പള്ളി വരുമ്പോൾ ഇന്ന് ആ ശബ്ദം ആർക്കു വേണ്ടിയാണ് ഉയരുന്നത്? ആരാണ് കാറിൽ കയറ്റിയത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കാറിൽ കയറ്റിയത് ഒരു വയോവൃദ്ധനെയാണ് എന്ന രൂപത്തിലുള്ള മറുപടി നൽകുകയും എൻ്റെ അപ്പനപ്പൂപ്പന്മാർക്കായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ തൻ്റെ പൂർവികർക്ക് ഉണ്ടായിരുന്ന സമ്പത്ത്, ധനാഢ്യരായിരുന്ന അപ്പനപ്പൂപ്പന്മാരെ കുറിച്ച് പറയുക, അവർക്കുണ്ടായിരുന്ന കാറുകളുടെ പേര് പറയുക, അതല്ല മറുപടി. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലെന്നേ. അദ്ദേഹം പരമ്പരാഗതമായി ഒരു ധനികനായിരുന്നിരിക്കാം, അതല്ല വിഷയം. അദ്ദേഹം എവിടെ വർഗീയ പ്രസംഗം നടത്തുന്നു, ആ വർഗീയ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ കൊടിവെച്ച കാറിൽ കയറുന്നു എന്നുള്ളതാണ്. വെറും ഒരു വൃദ്ധനെ കാറിൽ കയറ്റിയതല്ല ഇവിടെ പ്രശ്നം. വൃദ്ധൻ ആയ കാറിൽ കയറ്റിയ നേതാവ് നേരത്തെ പറഞ്ഞിരിക്കുന്ന വർഗീയ പ്രസംഗമാണ് പ്രശ്നം. ആ പ്രസംഗത്തിന് ശേഷം ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം എടുക്കുന്ന നിലപാടാണ് പ്രശ്നം. ഇവിടെ ഉത്തരവാദപ്പെട്ട സർക്കാർ എടുക്കുന്ന നിലപാടാണ് പ്രശ്നം. അവിടെ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം നടത്തിയ വർഗീയ പ്രസംഗങ്ങളിലും കുഴപ്പമില്ല എന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായി തുടരുന്നു എന്നുള്ളത് എന്താണ് സർക്കാരിന്റെ സമീപനം എന്ന് കൃത്യമായി കാണിച്ചിരുന്നുണ്ട്. അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് കാസർഗോഡും മലപ്പുറത്തും ഒരു പ്രത്യേക സമുദായത്തിലുള്ളവർ മാത്രം ജയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ, ഉത്തരവാദിത്തപ്പെട്ട സാംസ്കാരിക മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. ആ പ്രതികരണം വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രതികരണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് വരുന്നതെന്നും ചേർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം? ആ നേട്ടമുണ്ടാക്കാൻ ആരാണ് വെള്ളാപ്പള്ളിയെ ചൂളാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സുകുമാരൻ നായർ വാർത്താസമ്മേളനം നടത്തുമ്പോൾ VN വാസവൻ വിളിക്കുന്നുണ്ട് ടെലിഫോണിൽ. ചില കാര്യങ്ങൾ ചേർത്ത് വെക്കാൻ, ഓർമ്മിപ്പിക്കാനാണോ അദ്ദേഹം വിളിച്ചത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പിന്തുണ, ആ പിന്തുണയ്ക്കെതിരെ നടത്തുന്ന ഈ പ്രതികരണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്കും പങ്കുണ്ടോ എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ സംശയിക്കാം. അതുകൂടി ഈ ചില നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട്, അവരെ പുകഴ്ത്തിക്കൊണ്ട് രണ്ട് നേതാക്കളും നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി ഒരു സൂചനയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള പടയൊരുക്കമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വർഗീയ പ്രതികരണങ്ങൾക്കെതിരെ മതേതര കേരളം എല്ലാ ഘട്ടത്തിലും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് പിണറായി വിജയൻ നല്ല നിലപാടെടുക്കുന്ന സമയത്ത് പിണറായി വിജയന് കിട്ടിയ പിന്തുണ അത് കേരളം കൊടുത്ത പിന്തുണയാണ്. അങ്ങനെ നിലപാടെടുക്കുന്ന നേതാക്കൾക്കൊപ്പം എപ്പോഴും കൂടെ നിന്നിട്ടുള്ളതാണ് കേരളത്തിന്റെ ഒരു പൊതുവായ സമീപന രീതി. ആ സമീപന രീതി ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പറയുന്ന സുകുമാരൻ നായർ വട്ടിയൂർക്കാവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാമല്ലോ, അവിടെ NSS നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ കോൺഗ്രസ് നേതാവിന് വേണ്ടി പ്രവർത്തിച്ചു. അന്ന് മോഹൻകുമാർ അല്ലേ, മോഹൻകുമാറിന് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ അവിടെ ആരാണ് ജയിച്ചത്? ഇഴവനായ VK പ്രശാന്താണ് ജയിച്ചത്. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയത്തിൽ സാമുദായ നേതാക്കൾ ഇടപെടുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇവിടെ സംശയിക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് ഇവിടെ യുവതീ പ്രവേശം നടപ്പാക്കിയ സർക്കാരിനെതിരെ നാമജപ ഘോഷയാത്ര നടത്തി. പിന്നീട് സർക്കാരിന് അതിൽ തെറ്റുപറ്റി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആഗോളായ്പ സംഘം നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുന്നത്, അത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതികരണങ്ങളിലെ വ്യത്യാസം, നിലപാടുകളിലെ വ്യത്യാസം ജനം മനസ്സിലാക്കും എന്നുള്ളതാണ്. ഈ സമുദായങ്ങൾക്ക് തന്നെ കൃത്യമായും ബോധ്യമാകുന്നുണ്ട്. സമുദായ നേതാക്കൾ പറയുന്നിടത്ത് വോട്ട് കുത്തുകയല്ല, എല്ലാവർക്കും ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഈ രാഷ്ട്രീയത്തെ മുഴുവൻ ഇവിടെ നടത്തുന്ന പ്രതികരണങ്ങളിലെ പക്വതയൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റേത് വർഗീയ ആഹ്വാനമാണോ എന്നാണ് ചോദ്യം. പിയാസുലുണ്ട്. പിയാസുലിൽ നായാടി മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളത് ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഇപ്പോൾ അതിനെ പരിഷ്കരിച്ചു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നു. ലക്ഷ്യമൊന്നാണ്, മുസ്ലിം ഒഴികെയുള്ള ഏകീകരണം എന്നുള്ളതാണ്. അത് പ്രത്യക്ഷത്തിൽ തന്നെ വർഗീയമല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പശ്ചിമബംഗാളിൽ പറഞ്ഞു, പശ്ചിമബംഗാളിൽ നുഴഞ്ഞുകയറ്റക്കാർ വർദ്ധിച്ചു വരുന്നു. പശ്ചിമബംഗാളിന്റെ ഭാഷയും സംസ്കാരവും പാരമ്പര്യവും ഒക്കെ മാറുകയാണ്. അപ്പോൾ മാത്രമല്ല, പശ്ചിമബംഗാളിലെ ജനസംഖ്യാനുപാതത്തിൽ മാറ്റം വരുന്നു. വർഗീയ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ അതിനായി BJP അധികാരത്തിൽ കൊണ്ടുവരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ പറഞ്ഞിട്ടുള്ള അതേ ഭാഷ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറയുന്നത്. അതായത് പശ്ചിമബംഗാളിൽ
മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് പശ്ചിമ ബംഗാളിന്റെ ഭാഷ മാറുന്നു, സംസ്കാരം മാറുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട്, മുസ്ലിം സമുദായങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ സമുദായങ്ങളും ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയം എന്താണ്? സംഘപരിവാറിന്റെ വളരെ വ്യക്തമായ രാഷ്ട്രീയമല്ലേ? വെള്ളാപ്പള്ളി നടേശൻ പ്രതിദാനം ചെയ്യുന്ന NSS എന്ന് പറയുന്ന ഈ സംഘടന നമുക്ക് 1948 കൊല്ലം SN കോളേജിന് വേണ്ടി അന്ന് 5000 രൂപ, SN കോളേജ് നിർമ്മിക്കാനായി 5000 രൂപ സംഭാവന ചെയ്തത് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന അവിടുത്തെ ഒരു മുസ്ലിം പ്രമാണിയാണ്. അന്ന് അരിക്കൊക്കെ 1 കിലോ അരിക്ക് 3 പൈസയായിരിക്കും അന്നത്തെ വില. പിന്നീട് SN ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ അതിലെ അംഗമായിരുന്നു തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരിലെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി 25 ഏക്കർ ഭൂമിയാണ് SN ട്രസ്റ്റിന് നൽകിയത്. അപ്പോൾ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായക്കാരും മുസ്ലിം പ്രമാണിമാരും ഒക്കെ തന്നെ SNDPയുടെയും ഈഴവ സമുദായത്തിന്റെയും ഒക്കെ തന്നെ ഉന്നമനത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അത് ചരിത്രമാണ്. ആ ചരിത്രം അറിയാത്തവരല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാത്ത സുകുമാരൻ നായരും. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ തന്നെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് ഇടതുപക്ഷത്തെ സഹായിക്കാനുള്ള പൊളിറ്റിക്കൽ അജണ്ടയല്ല, അത് BJPയെ സഹായിക്കാനുള്ള പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്. BDJS എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയല്ലേ? വെള്ളാപ്പള്ളി നടേശനും അതിന്റെ ഭാഗമായി നിന്നതല്ലേ കുറെ കാലമൊക്കെ തന്നെ? ഇപ്പോഴും BJPയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയല്ലേ BDJS എന്ന് പറയുന്നത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40ഓളം സീറ്റ് ആവശ്യപ്പെട്ട് BJPയോട് ഇപ്പോൾ ചർച്ചകൾ നടത്തുകയാണ് BDJS. അപ്പോൾ BDJSന്റെ വിജയത്തിന് വേണ്ടി, BJPയുടെ രാഷ്ട്രീയം വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമുദായ ഐക്യം എന്നുള്ളൊരു മുദ്രാവാക്യം ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്? 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാർ, ആദ്യത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന EMS സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ മുഴുവൻ സമുദായ സംഘടനകൾ ഒന്നിച്ചു നിന്നു. SNDPയും NSSും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിരുന്നു അന്ന്. അത് അറിയാത്തവരല്ലല്ലോ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഒരു റിവ്യൂ റിപ്പോർട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ റിവ്യൂ റിപ്പോർട്ടിൽ CPIM കേന്ദ്ര കമ്മിറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ദ SNDP ബ്രാക്കറ്റിൽ ഈഴവ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഹാസ് വർക്ക്ഡ് ഇൻ ഫേവർ ഓഫ് ദ BJP ബൈ ആൻഡ് ലാർജ്. ഒരു വരിയും കൂടിയുണ്ട് അതിനകത്ത്. അതെങ്ങനെയാണ്? The party should also work out appropriate step to expose and counter the dubious role of the SNDP leadership. അപ്പോൾ SNDP ലീഡർഷിപ്പ് എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചയായ വർഗീയത പറഞ്ഞ് BJPയുടെ രാഷ്ട്രീയത്തെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തുന്ന നീക്കങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. VD സതീശനെതിരെ തുറന്ന ആക്രമണമാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിന് പിന്തുണയുമായി ഇതായിപ്പോൾ സുകുമാരൻ നായരും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് VD സതീശൻ മാത്രമാണ് പ്രതികരിക്കാനുള്ളത്. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുമുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? VD സതീശനെ സംരക്ഷിക്കാനോ VD സതീശന് വേണ്ടി ഒരു പിന്തുണ നൽകാനോ ഈ സമുദായ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറുണ്ടോ? ഇപ്പോ കേരളത്തിലെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന ദേശീയ നേതാവ് KC വേണുഗോപാലിനെ കാണാനുണ്ടോ? KC വേണുഗോപാൽ ഇതുവരെ എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇത് ആദ്യത്തെ പ്രസ്താവനയല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുൻപും ഒരുപാട് തവണ ഇത്തരത്തിലുള്ള സമാനമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, മുസ്ലിം ലീഗ് വർഗീയവാദികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിൽ വർഗീയ വിഷം തുപ്പുമ്പോൾ എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മിണ്ടാത്തത്? VD സതീശനെ പോലുള്ള നേതാക്കളെ ഒതുക്കുന്നതിനായി രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് വിളിച്ചില്ലേ NSS? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ഇരട്ടത്താപ്പ് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നേതാക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പേടിയാണെന്ന്. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഈ നേതാക്കൾക്കൊപ്പമല്ല. ആ രാഷ്ട്രീയം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി പറയാം. SNDP
ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS നേതാവ് സുകുമാരൻ നായരും ആരെയൊക്കെ കേരളത്തിൽ പിന്തുണച്ചിട്ടുണ്ടോ അവരൊക്കെ കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സും കേരളത്തിന്റെ മതേതര മനസ്സും കേരളത്തിന്റെ നവോത്ഥാന മനസ്സും ഇവർക്കൊപ്പമല്ല എന്ന യാഥാർത്ഥ്യം പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അത് തിരിച്ചറിയുന്നില്ല. പക്ഷേ അപകടകരമായ രാഷ്ട്രീയമാണ് ഈ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. കേരളത്തിന്റെ മതേതര മനസ്സും കേരളത്തിന്റെ പുരോഗമന മനസ്സുമുള്ള കേരളത്തിന്റെ സമൂഹം ഒരു കാരണവശാലും ഇത് വെച്ചുപൊറിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. SNDP NSS ഐക്യമൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ ഒരു വിജയിച്ചില്ല. അതൊക്കെ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായിരുന്നു അന്നത്തെ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ ഐക്യമുണ്ടാകുന്നത് വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടകരമാണ്. വർഗീയ ആഹ്വാനമാണോ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്? ആൻഡ് ഗസ്റ്റ്. കേരളത്തിൽ പല നിയമസഭാ മണ്ഡലങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ പല രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏത് മണ്ഡലം നോക്കി, ഇത് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, എന്നാൽ ക്രിസ്ത്യാനി മത്സരിക്കട്ടെ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, മുസ്ലിം മത്സരിക്കട്ടെ. ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, ഈഴവ മത്സരിക്കട്ടെ. നായർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്, ഈ നായർ മത്സരിക്കട്ടെ എന്ന രീതിയിൽ കേരളത്തിലെ UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും അത് തന്നെയാണ് ചെയ്തു വരുന്നത്. നമ്മൾ ഈ ഒരു കേരളത്തിലെ ഒരു എന്താ പറയുക മതേതര കേരളത്തിന് ഇത് ഭൂഷണമാണോ എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഇപ്പം മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളുണ്ട്. 16 മണ്ഡലങ്ങളും എങ്ങനെയാണ്? 16 മണ്ഡലങ്ങളും ഈ LDF ആണെങ്കിൽ UDF ആണെങ്കിൽ മുസ്ലിങ്ങളാണ് മത്സരിക്കുക. കോട്ടയത്തേക്ക് വന്നാൽ എങ്ങനെയാണ്? 6 മണ്ഡലമുണ്ട്. 6 മണ്ഡലത്തിൽ LDF ആണെങ്കിൽ UDF ആണെങ്കിലും ഭൂരിപക്ഷവും ക്രിസ്ത്യാനിക്ക് കൊടുത്തേക്കാണ്. നിങ്ങൾ എന്താണ് ആലപ്പുഴയ്ക്ക് പോയി നോക്കിക്കേ, അവിടെ ഈഴവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തെ കണ്ട് മുസ്ലിം മത്സരിക്കുന്നത്, ബാക്കി ഈഴവരെ കൊണ്ട് മത്സരിപ്പിക്കുക. എന്നിട്ട് നമ്മൾ വായ കോര ഇങ്ങനെ പ്രസംഗിക്കും എന്ത്, അയ്യോ കേരളത്തിൽ മുഴുവൻ മതേതരം വേണം. എന്ത് മതേതര? അപ്പം ഇവർക്ക് രാഷ്ട്രീയക്കാർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന മത നേതാക്കന്മാർക്കും സാമുദായിക നേതാക്കന്മാർക്കും ഇങ്ങനെ പറയാൻ പറ്റില്ലേ? ഇതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം കേരളത്തിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്ന് പറയും. കേരളത്തിൽ ന്യൂനപക്ഷം ആരാ? നമ്മൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ചിലപ്പോൾ മുസ്ലിം ന്യൂനപക്ഷമായിരിക്കും, ക്രിസ്ത്യാനി ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ. കേരളത്തിൽ എങ്ങനെയാണ് ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റുക? കേരളത്തിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി ഏകദേശം 50% ഹിന്ദുക്കൾ മൊത്തത്തിൽ നോക്കിയാൽ 50%. ഇതെങ്ങനെയാണ് ന്യൂനപക്ഷമാവുക കേരളത്തിൽ? കേരളത്തിൻ്റെ കോണ്ടസ്റ്റിലാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ കോണ്ടസ്റ്റിലല്ല. അപ്പോൾ കേരളത്തിൽ എന്നിട്ട് രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടത്തിന് വെച്ചുകൊണ്ട് എന്നിട്ട് കുത്തകയായി കൊടുത്തേക്കാണ്. ചില മണ്ഡലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈഴവന് കുത്തക, ഈഴവന് കുത്തുക, ക്രിസ്ത്യാനീൻ്റെ കുത്തകയാണ് ക്രിസ്ത്യാനീൻ്റെ കുത്തക. എന്നിട്ട് ചില മണ്ഡലങ്ങളിൽ ചെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനീൻ്റെ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ക്രിസ്ത്യാനീൻ്റെ ബിഷപ്പ് പറയുന്നത് കൊണ്ട് ആ മണ്ഡലം ക്രിസ്ത്യാനിക്ക് കൊടുക്കുമെന്ന്. എന്നിട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി നടക്കുകയാണ് പല മണ്ഡലങ്ങളും. UDFൻ്റെ പല മണ്ഡലങ്ങളും തീരുമാനിക്കുന്നത് ബിഷപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ ആ മണ്ഡലം തിരിച്ചെടുത്തിട്ട് ലീഗിൻ്റെ അടുത്ത് തിരിച്ചെടുത്തിട്ട് ക്രിസ്ത്യാനിക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് നമ്മൾ മതേതര കേരളത്തിന് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കും അല്ലേ? ഇത് പറയുന്നത് യാഥാർത്ഥ്യവും ഈ സംസാരവും തമ്മിൽ എവിടെയെങ്കിലും യോജിച്ചു പോകണ്ടേ? ഇപ്പം എന്താ നോക്കുന്നത്? ഇപ്പം ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടെന്ന് പറയുക, UDF ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടെന്ന് പറയുകയാണ്. ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായാൽ 50% വരും, 49% ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ. അപ്പം മറ്റേ വിഭാഗം എന്ത് ചെയ്യും? അവരും കൺസോൾട്ടേഷന് ശ്രമിക്കും. അതും കൺസോൾട്ട്. ഇപ്പോൾ എന്താ ശരിക്കും ആത്യന്തികമായി സംഭവിച്ചത് എന്താണ്? ഞാൻ പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയായ പ്രശ്നത്തോടുകൂടി തുടങ്ങിയ സംഭവമാണിത്. ജമാഅത്തെ ഇസ്ലാമിനെ സംഭവിച്ചത്, ജമാഅത്തെ ഇസ്ലാമിനെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നു എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം ഞാൻ വിചാരിക്കുന്നില്ല മുസ്ലിം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയായി സഹകരിച്ച് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുസ്ലിം ലീഗായിരുന്നു കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തള്ളി പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി. ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പം അത് കാണാത്തപ്പോൾ എന്തായിരിക്കും? അപ്പം ഈ ക്രിസ്ത്യാനിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ എന്താണ്, മുസ്ലിം ലീഗിനെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്ന, ജമാഅത്തെ ഇസ്ലാമിൽ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് വരും. അപ്പോൾ അതിന് കൺസോൾട്ടേഷൻ, അതിന് ഈ പറയുന്ന എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശന് ഇരുന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താണ്, കത്താണെങ്കിൽ കത്തിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഒരിക്കലും കേരളത്തിന് ഭൂഷണമല്ല എന്ന്. ഒരു സംവിധാനം കേരളത്തിൽ ഇത് സംഘപരിവാര രാഷ്ട്രീയം എങ്ങനെയാണോ കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത്. ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയം ട്വിസ്റ്റ് ചെയ്യും. നിങ്ങൾ എത്ര അധികാരത്തിൽ വോട്ട് പിടിക്കും എന്ന് വിചാരിച്ചാൽ ഒരു ചെറിയ സ്പാർക്ക് മതി 24 മണിക്കൂർ കൊണ്ട് രാഷ്ട്രീയം തിരിയെന്ന് പറയുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയം ചെറിയ സ്പാർക്ക് മതി എന്ന് പറയാൻ കാരണം? ഈ പറയുന്ന ഈ നായാടി മുതൽ നസ്രാണി വരെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അവർ BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ?
കഴിഞ്ഞില്ലേ? എത്ര ചർച്ച വേണം? ഈ പറയുന്ന SNDP നേതാവും ഈ പറഞ്ഞ NSSന്റെ നേതാവും ഈ പറഞ്ഞ നസ്രാണിയും കൂടെ ഒന്നിച്ചിരുന്ന് വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് ഇതാ നമ്മൾ എല്ലാവരും കൂടെ BJP സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ എന്തൊരു രാഷ്ട്രീയമാണ്? അങ്ങനെയാണോ കേരളം പോയിക്കൊണ്ടിരുന്നത്? അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ MP രാഘവൻ ഈ പറഞ്ഞാണ് പിന്നെ ലീഗിനെ LDF എടുക്കണം എന്ന് പറയുന്നതാണ് പുറത്തു പോയത് അല്ലേ? LDFനെ ലീഗിലെടുക്കണമല്ല, ലീഗിനെ LDFന് എടുക്കുന്ന പറയുന്നത് നയരേഖ അവതരിപ്പിച്ചതോടുകൂടി MP രാഘവൻ പുറത്തുപോയി. LDF ബദൽ രേഖ അവതരിച്ചപ്പോൾ MP രാഘവൻ പുറത്തുപോയി. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് കൈകാര്യം ചെയ്തിരുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ UDF കൈകാര്യം ചെയ്തിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിലെ ഞാൻ പറഞ്ഞ ഈ 5ാം മന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് പെട്ടെന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സംസ്ഥാനം പോലെ അല്ലാന്ന്. കാരണം എന്താണ്? ഏകദേശം എല്ലാവരും തുല്യരാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം തുല്യരാണ്, മുസ്ലിങ്ങൾ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ തുല്യരാണ്, ഈഴവനെ വെച്ച് നോക്കുമ്പോൾ തുല്യമാണ്. ഏകദേശം ഒരു 20-25% 20-25% എന്നുള്ള നിലയ്ക്കാണ് ഈ 3-4 വിഭാഗങ്ങൾ SNDP NSS പിന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ. അപ്പം ഇവിടെ നമ്മൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് വലുവായി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എന്താണ്? ഇവിടെ ആക്ട് ചെയ്യേണ്ടത് ആരാ? ഇവിടെ ആക്ട് ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. UDF എങ്ങനെ ആക്ട് ചെയ്യും, CPM ഇടതുപക്ഷം എങ്ങനെ ആക്ട് ചെയ്യും, UDF എങ്ങനെ ആക്ട് ചെയ്യും എന്ന് മാത്രം നോക്കി. ഞാൻ BJPയെ കുറിച്ച് പറയുന്നില്ല. ഇവരെങ്ങനെ ആക്ട് ചെയ്യും എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം മലബാറിൽ ചെന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. ഇന്നത്തെ ലോകം അങ്ങനെയല്ലെന്നേ. ഒരു 20 വർഷം മുന്നേ ആണെങ്കിൽ അങ്ങനെ പറ്റുമായിരുന്നു. ഒരു 30 വർഷം മുന്നേ തന്നെ പറയും. മലബാറിൽ ചെന്ന് നമുക്കൊരു കാര്യം പറയാം. തിരുവിതാംകൂറിൽ വരുമ്പോൾ വേറൊരു കാര്യം പറയും, തിരുവനന്തപുരത്ത് വരുമ്പോൾ വേറൊരു കാര്യം പറയും. അങ്ങനെ പറയാൻ ഇന്നത്തെ കാലത്ത് പറ്റുമോ? ഇന്നത്തെ കാലത്ത് എന്താ ഈ പറയുന്ന പിന്നെ VD സതീശൻ തന്നെ പറഞ്ഞു, ഞങ്ങൾ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാനില്ല. അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞിട്ട് തിണ്ണനിറങ്ങാൻ പോയാൽ പിറ്റേ ദിവസം രാവിലെ തിരിച്ചടിയാവും. അത് ചിന്തിച്ച് വേണം അതിന് പെരുമാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയുന്നത് എന്താ, ഇപ്പം സിനഡിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തിരിച്ചടിയാവും എന്ന് ആലോചിച്ചിട്ട് വേണം അതിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കേൾക്കേണ്ടി വരും. അപ്പം സുകുമാരൻ നായർ കറക്റ്റായിട്ട് പറയുകയാണ്. എനിക്ക് ആ സമദൂരം മനസ്സിലായില്ല കേട്ടോ. പറവൂരിലെ NSSന്റെ നേതാവിനെ വിളിച്ചു പറഞ്ഞു, VD സതീശനെ സപ്പോർട്ട് ചെയ്യണം. അവർ വീടാന്തരം കയറി VD സതീശനെ ജയിപ്പിച്ചു എന്ന് പറയാം. അത് ഏത് സമദൂരാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സമദൂരം ഉണ്ടോ? അപ്പോൾ അവിടെ SNDPന്റെ ആൾക്കാരും SNDPന്റെ ആൾക്കാരും ക്രിസ്ത്യാനിയും മുസ്ലിമിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഇവരേത് സമദൂരാ നോക്കിയേ? ഏത് വെള്ളാപ്പള്ളി നടേശനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് VD സതീശനെ ജയിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് വിളിച്ചു പറഞ്ഞാണോ? ഇതേ തിരുവനന്തപുരത്തും അവിടെ കരയോത്ത് വിളിച്ചു പറഞ്ഞു ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ. എന്നിട്ട് പറയാം ഞങ്ങൾ ഈ ഇലക്ഷന് സമദൂരം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ സാമുദായിക നേതാക്കന്മാരെ മാറ്റി നിർത്തി രാഷ്ട്രീയക്കാർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് മതേതര കേരളം ആഗ്രഹിക്കുന്നത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് UDFന്റെ അടുത്ത് ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലൊരു കാര്യം പറയാം. മുസ്ലിം ലീഗ് വലിയ ന്യായീകരണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. വലിയ ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ മതേതര പാർട്ടി, അങ്ങനെ മതേതര പാർട്ടി എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ? അവിടെ ഒരു ക്രിസ്ത്യാനിനെ വിജയിപ്പിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ ഒരു മുസ്ലിങ്ങൾ ഈഴവനെ വിജയിപ്പിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ ഒരു NSSകാരനെ വിജയിപ്പിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിയിട്ട് ഞങ്ങൾ ഒരു സംഘർഷമില്ലാതിരിക്കാൻ ഞാൻ പറയാം ഈ ബാബർജി മസ്ജിദ് തകർത്ത സമയത്ത് ഇവർ നല്ല നിലപാടെടുത്തു. അത് ശരിയാണ്. ആ നിലപാടെന്ന് വെച്ചാൽ മതേതര നിലപാടാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇത് രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന അടികളെല്ലാം ഏൽക്കേണ്ടി വരും അല്ലേ? ഇപ്പം ഞാൻ പറയാം, കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രസ്ഥാനമുണ്ട്, ക്രിസ്ത്യാനികളെ സംഘടിത്ത്. അവർ ഏതെങ്കിലും മുസ്ലിങ്ങളെ ജയിപ്പിക്കാൻ പോവില്ലല്ലോ. ജയിപ്പിക്കാൻ പോവില്ല. NSS ഒരു പാർട്ടി ഉണ്ടാക്കി, അല്ലെങ്കിൽ SNDP ഒരു പാർട്ടി ഉണ്ടാക്കി, അവരാരെങ്കിലും ക്രിസ്ത്യാനിനെ ജയിപ്പിക്കാൻ പോവില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗും. അപ്പോൾ 14 സീറ്റിൽ 14 സീറ്റും 4 സീറ്റ് അവർ ഒഴിവാക്കി കൊടുത്തു. മലപ്പുറത്ത് 16 സീറ്റാണ് മൊത്തം, 4 സീറ്റ് ഒഴിവാക്കി കൊടുത്തുള്ളൂ. അതിൽ 2 സംഭരണമാണ്, 3 സംഭരണമാണ്, 1 സീറ്റ് അഡീഷണൽ ഉള്ളൂ. അവിടെ മുസ്ലിം തന്നെയാണ് മത്സരിക്കുന്നത്. ബാക്കി 12 സീറ്റും ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട പണി എന്താ? ഏത് മണ്ഡലത്തിൽ ഏത് നേതാവിനാണോ പ്രാപ്തിയുള്ളത്, ഏത് നേതാവിനാണോ കഴിവുള്ളത്, ഏത് നേതാവിനാണോ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളത്, അവരെ നിരത്തി നിർത്തി ജയിപ്പിച്ചെടുക്കുകയല്ല വേണ്ടത്. അതിന് പകരം എന്താ ചെയ്യുന്നത്? അത് ലീഗിന് തീരെഴുതി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറേ എണ്ണം കേരള കോൺഗ്രസിന് തീരെഴുതി കൊടുക്കും. കുറേ എണ്ണം എടുത്തിട്ട് INL ലീഗ് തീരെഴുതി കൊടുക്കും. കുറേ എണ്ണം കൂടി NCPക്ക് തീരെഴുതി കൊടുക്കും. എന്നിട്ട് ആ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവിതാവസാനം വരെ
ഇദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേത് മതേതരത്ത? എന്നിട്ട് നമ്മൾ ഇങ്ങനെ വലിയവായി വർത്തമാനം പറയും. ഏത് മതേതരത്വം? ഞങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഗുജറാത്തിനെ കണ്ടില്ലേ, നിങ്ങൾ ആന്ധ്രയെ കണ്ടില്ലേ, നിങ്ങൾ തെലങ്കാനയിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ മതേതരത്തെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ശരിയാണ്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അത്യാവശ്യം കേരളത്തിൽ വളർന്നു വരുന്ന ജനങ്ങൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ നാടിനെക്കുറിച്ച് ഞങ്ങൾ പ്രളയകാലത്ത് ഒറ്റക്കെട്ടായി നിന്നു, ഞങ്ങൾ ഓക്കി വന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്നു, ഞങ്ങൾ കൊറോണ വന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്നു, അപ്പം അന്നേരം ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ഇലക്ഷൻ വരുന്ന സമയത്തും ഇങ്ങനെ ഇടപെടാൻ കഴിയണം. എന്നാൽ മാത്രമല്ല ജനങ്ങൾക്ക് ഇതൊരു മതേതര കേരള എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 1.5 മണിക്കൂർ SNDPൻ്റെ ബൈറ്റ് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും, 2.5 മണിക്കൂർ NSSൻ്റെ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും, 1 മണിക്കൂർ PMA സലാമിൻ്റെ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടി കേട്ടോട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം വാടി, അതിനനുസരിച്ച് ഈ മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖം പാടും. ഇതൊക്കെ കേട്ടോ നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ദയവ് ചെയ്തിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരുടെ ഇനി തിരഞ്ഞെടുക്കാൻ പോകണ്ട, അതിനെക്കുറിച്ച് പറയാൻ നിൽക്കണ്ട. അവരെ പണിയെടുക്കട്ടെ, രാഷ്ട്രീയക്കാർ പണിയെടുക്കുക എന്നുള്ളതാണ്. വർഗീയ ആഹ്വാനമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും പ്രസ്താവനകളെ ഞാൻ രണ്ട് രീതിയിലാണ് കാണാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതേസമയം ആ ഐക്യപ്രഖ്യാപനത്തോട് ഞാൻ വളരെ വിമർശനത്തോടു കൂടിയാണ്, സംശയത്തോടു കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനു മുമ്പ് ഇന്ന് ചമ്രവട്ടത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാം. ചമ്രവട്ടത്ത് ഒരു മദ്രസയിൽ നിന്ന് മടങ്ങുന്ന ഒരു 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ സുരേഷ് എന്ന് പറയുന്നൊരു നിർമ്മാണ തൊഴിലാളി ഒരു തെരുവ് നായയിൽ നിന്ന് രക്ഷിക്കുന്ന വാർത്ത ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്നത്തെ വാർത്താ പകലിൽ ഏറ്റവും മനോഹരമായ വാർത്തകളിലൊന്നാണ്. അദ്ദേഹത്തിന് കടിയേറ്റു എന്നുള്ളത് വിഷമിപ്പിക്കുന്നതാണെങ്കിൽ പോലും നോക്കൂ, എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വർഗീയതയുടെ നായയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് മറ്റൊരു രീതിയിലാണ് ഞാനത് അവതരിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ മാത്രം. സുരേഷ് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോകുന്ന പെൺകുട്ടി പർദ്ദയാണോ ഇട്ടിരുന്നത്, അവൾ ഏത് മതത്തിലാണ് വിശ്വസിച്ചിരുന്നത് എന്ന് നോക്കിയിട്ടല്ല രക്ഷിക്കാൻ പോകുന്നത്. ഒരു പെൺകുട്ടി അപകടാവസ്ഥയിലാകുമ്പോൾ അവളെ രക്ഷിക്കാൻ പോകുന്ന സുരേഷിൻ്റെ വികാരമാണ് യഥാർത്ഥത്തിലുള്ള മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ, മലയാളിയുടെ മുഖം. അതിനെയാണ് ഇത്രയും കാലത്ത് നവോത്ഥാനത്തെ പിന്നോട്ടടിക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ പല സമുദായ സംഘടനകളും നശിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയായിട്ട് വന്നത്. ആ പ്രസ്താവനയെ അങ്ങേറ്റം സംശയത്തോടു കൂടി മാത്രമാണ് ഞാൻ വീക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു ലഘു ചരിത്രമാണ്. അത് ഇതിനെ ഹിന്ദു മഹാമണ്ഡലവുമായിട്ടൊക്കെ ആളുകൾ കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ആ ഭീഷണിയും അടങ്ങിയിട്ടുണ്ട്. ഹിന്ദു മഹാമണ്ഡലം വരുന്ന ഒരു സാഹചര്യമുണ്ട്. 1950കളിൽ ഹിന്ദു മഹാമണ്ഡലം വരുമ്പോൾ അന്ന് കോൺഗ്രസിനെതിരെയാണ് മന്നത്തും ഒപ്പം ശങ്കറും കൂടി ഹിന്ദു മഹാമണ്ഡലം കൊണ്ടുവരുന്നത്. എന്താ അതിൻ്റെ കാരണം? അതിനും അന്നൊരു ദേവസ്വവുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. അന്ന് ദേവസ്വം ബോർഡ് ആദ്യമായിട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, രാജാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ കൊണ്ടു നടക്കട്ടെ എന്നൊരു തീരുമാനം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് തിരുക്കൊച്ചി നിയമസഭയിൽ പറവൂർ K നാരായണപിള്ളയുടെ തിരുക്കൊച്ചി നിയമസഭയിലെ 2 MLA-മാരിൽ ഒരു MLA ആണ് നമ്മളുടെ മന്നത്ത് പത്മനാഭൻ, മറ്റൊരു MLA ആണ് ശങ്കർ. രണ്ടുപേരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും മെമ്പറുമായിട്ട് തീരുമാനിക്കുന്നു. അവരൊരു വിശാലമായ ആശയം ഉണ്ടാക്കുന്നു. ഹൈന്ദവ സംസ്കൃതി, കല, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ കുറേ പരിപാടികൾ അവർ കൊണ്ടുവരുന്നു. അവരെങ്ങനെ നാടുനീളെ ഇറങ്ങി നിന്ന് സംസാരിക്കുന്നു. നോക്കൂ, അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു RSSന് അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കലായിരുന്നില്ല അന്ന് തുടക്കത്തിൽ അതിൻ്റെ ലക്ഷ്യം. പക്ഷേ വളരെ പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറി. അത് വളരെ പെട്ടെന്ന് കോൺഗ്രസിനെതിരായിട്ട് മാറുന്നുണ്ട്. കാരണം അന്ന് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് അഥവാ ക്രൈസ്തവ സ്വാധീനമുള്ള കോൺഗ്രസിനെ അന്ന് ഇവർ സംശയത്തോടു കൂടി നോക്കുകയും മന്നത്തിൻ്റെയും ശങ്കരൻ്റെയും നീക്കത്തെ അന്ന് സംശയത്തോടു കൂടി നോക്കിയ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഇവരെ രണ്ടുപേരെയും ഇതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നു. ഒടുവിൽ ദേവസ്വം ബില്ല് വരുന്ന സമയത്ത് ശക്തമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് ഇവർ രണ്ടുപേരും നിലപാടെടുക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവർ ആരെയാണ് ഹിന്ദു മഹാമണ്ഡലത്തിന് ഉദ്ഘാടനം വിളിക്കുന്നത്? എന്താ അറിയോ, 1156 ക്ഷേത്രമാണ് ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കിട്ടിയത്. 1156 ക്ഷേത്രം. അതെ. എന്നിട്ട് അതിനുശേഷം എന്താ ചെയ്തെന്ന് അറിയുമ്പോൾ അന്ന് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ആ രാഷ്ട്രീയം അവിടെയാണ് തുടങ്ങുന്നത്. ശ്യാമപ്രസാദ് മുഖർജി 1950 അന്ന് നടന്ന വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചെങ്കിലും എത്തുന്നില്ല. പകരം ആർത്രേ എന്ന് പറയുന്ന അന്നത്തെ RSSൻ്റെ ഒരു വലിയ നേതാവാണ് ആ പരിപാടിയിലേക്ക് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത്. ആ സമയത്ത് രൂപീകരിച്ച മുദ്രാവാക്യമാണിത്. നായാടി മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ളത് ഹൈന്ദവ സംഘടനകളുടെ ജാതിരഹിതമായ ഒരു സംഘാടനത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. സംഭവം കേൾക്കുന്ന സമയത്ത് ആ ആശയത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൊള്ളാമെന്ന് തോന്നും. പക്ഷേ അന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായിട്ടായിരുന്നു, അന്ന് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരായിട്ടായിരുന്നില്ല. കാര്യം അന്ന് അധികാരശക്തി ഉണ്ടായിരുന്നത് ക്രൈസ്തവ വിഭാഗത്തിനായിരുന്നു കോൺഗ്രസിൽ. ഇന്നത് മാറി.
ആ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെങ്കിൽ ഇന്ന് ക്രൈസ്തവർ അല്ല കൂടുതൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് ഇപ്പോൾ NSSും ഭയക്കുന്നു, SNDPയും ഭയക്കുന്നു. അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ വിമർശനം ഉന്നയിക്കാൻ പോകുന്നത്. അതിലൊരു കൗതുകരമായ കാര്യം കൂടിയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ഒരു യോഗം ചേരുന്ന സമയത്ത് മന്നത്ത് പത്മനാഭപിള്ള എന്ന പേര് മുറിച്ചു കളയുന്നത് ആ സമ്മേളനത്തിൽ വെച്ചാണ്. അത് ജാതിരഹിതമായ, മാത്രമല്ല സമ്മേളന വേദിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മോട്ടോയാണ് വെച്ചിരിക്കുന്നത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതാണ്. പെരുന്നയിൽ ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ ഒന്നായിരുന്നു അത്. പക്ഷേ ആ ഹിന്ദു മഹാമണ്ഡലത്തെ എങ്ങനെയാണ് RSS ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് ഗുരുജി ഗോൾവാൾക്കറുമായിട്ട് പിന്നീട് ബന്ധപ്പെടാൻ പോകുന്നത്, ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ള ചരിത്രമാണ്. ആ ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ അതിൽ നിന്ന് ചെറിയ രീതിയിലൊരു വ്യത്യസ്തമായ കാര്യം, ഇന്ന് സുകുമാരൻ നായർ BJPക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. NSS പിടിക്കാൻ, തൃശ്ശൂർ പിടിക്കുന്നത് പോലെ BJPക്ക് പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരു ഹൈന്ദവ വോട്ട് ബാങ്കുകളുടെ ഏകീകരണം കേരളത്തിൽ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ BJP തന്നെയാണ്. ഇന്നേവരെ BJPക്ക് കേരളത്തിൽ ഒരു വലിയ ഇൻറോഡ് ഉണ്ടാക്കാൻ പറ്റാതെ പോയത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ചിരിക്കുന്ന നമ്മുടെ സമുദായ സംഘടനകളുടെ ഒരു ജനാധിപത്യ ബോധമാണ്. അത് സുകുമാരൻ നായർക്കുണ്ട്. സുകുമാരൻ നായർ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയിൽ ഈ കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരുണ്ട്, BJPയിലുള്ളവരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നിലപാട് പറയാനില്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് പലതവണ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഈ ജമാഅത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും സുകുമാരൻ നായർ വളരെ അർത്ഥപൂർണമായ മൗനം അവിടെ കൊടുക്കുന്നുണ്ട്. ആ മൗനത്തിന് വിലയുണ്ട്. പക്ഷേ ആ മൗനത്തിൻ്റെ വില അറിയാതെ പോയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങേയറ്റം വർഗീയ സ്വഭാവമുള്ള പ്രസ്താവനയാണ് നടത്തിയത്. കാരണം നായാടി മുതൽ നസ്രാണി വരെ എന്നൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പറയുന്നത് ഇതിൽ മുസ്ലിങ്ങളില്ല എന്നാണ്. ഏത് മുസ്ലിങ്ങളിൽ SN ട്രസ്റ്റ് തുടങ്ങാൻ, നേരത്തെ പിയാസുലിൽ പറഞ്ഞതുപോലെ SN ട്രസ്റ്റ് തുടങ്ങാൻ വേണ്ടി സംഭാവന കൊടുത്ത തങ്ങൾ കുഞ്ഞ് മുസ്ലിയാരെ ഒഴിവാക്കിക്കൊണ്ട് SN ട്രസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈഴവേതര ഡയറക്ടർമാരിൽ ഒരാളായിരുന്ന, അന്നത്തെ ട്രസ്റ്റിയിൽ ഒരാളായിരുന്ന ഈ തങ്ങൾ കുഞ്ഞ് മുസ്ലിയാരുടെ സംഘടനയെ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ഈഴവ അല്ലെങ്കിൽ ഒരു മതേതര ആശയത്തെ ഉണ്ടാക്കാൻ പറ്റൂ? എങ്ങനെയാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സമുദായ ഏകീകരണം സാധ്യമാവുക? അപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മുസ്ലിം വിരുദ്ധ സംഘടന എന്നങ്ങ് പറഞ്ഞാൽ മതി. മുസ്ലിം വിരുദ്ധരായിട്ടുള്ളവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളിയുടെ നീക്കമെങ്കിൽ അത് കേരളത്തിൽ ഫലിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞത്. മദ്രസയിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ, നിർമ്മാണ തൊഴിലാളി ഒരു ചെറുപ്പക്കാരൻ ചമ്രവട്ടത്ത് ഒരു നായുടെ കടി ഏൽക്കുന്നുണ്ടെങ്കിൽ പേരറിയാത്ത അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി മാൻഹോളിൽ നൗഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ വികാരത്തിനെതിരായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുദ്രാവാക്യം പെരുന്നയിൽ സുകുമാരൻ നായർ ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ്. കാര്യം അതിന് പിന്നിലെ അപകടം എന്ന് പറയുന്നത് ഇത് നേരെ കൊണ്ട് BJPയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ്. ആ സംഘപരിവാർ യുക്തിയാണ്. ഇവിടെ ഈ പോയിന്റിൽ ഞാൻ VD സതീശനോട് യോജിക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ യുക്തിയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ആ സംഘപരിവാറിൻ്റെ യുക്തി വളരെ എളുപ്പമാണ്. ഈ ഒരു വോട്ട് ബാങ്ക് നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞുണ്ടല്ലോ, ഈ ഹിന്ദു മഹാമണ്ഡലം പോലെ ഒരു വോട്ട് ബാങ്ക് എങ്ങനെയാണോ RSS കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചൊടുവിൽ പരാജയപ്പെട്ടു പോയത്, സമാനമായ രീതിയിൽ ഈ ഐക്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഈ ഡിസൈൻ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ഡിസൈൻ പോലുമല്ല. വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈ ഡിസൈൻ എടുപ്പിക്കുന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ BJP RSS രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ആഹ്വാനത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ്. എന്നാൽ സുകുമാരൻ നായരുടെ പ്രസ്താവനയിലേക്ക് വരുന്ന സമയത്ത് നിയമം പോലെയായി. എന്താണ് സുനിൽ? പൗരത്വ നിയമം പോലെ. പൗരത്വ നിയമം മതി. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതെ നോക്കൂ, വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പൗരന്മാർ ആരായിരിക്കണം എന്നാണ്. അതാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നത്. ക്രിസ്ത്യാനികൾക്കാവാം, ബുദ്ധന്മാർക്കാവാം, ജൈനന്മാർക്കാവാം, ഇവിടുത്തെ ഹിന്ദുക്കൾക്കാവാം, നായർക്കും ഈഴവർക്കുമാവാം എന്നുള്ളതാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിനാവാൻ പറ്റില്ല. അഥവാ അവർക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ വിവേചനപരമായിട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്ന നാടാണ്. ആ പശ്ചാത്തലത്തിൽ വേണം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ കാണാൻ. അതുകൊണ്ട് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഹിന്ദു മഹാമണ്ഡലത്തിൽ സ്പാർക്ക് ഉണ്ടായിരുന്ന ഒരു RSSന്റെ സംഘപരിവാറിൻ്റെ സ്പാർക്കാണ്. ഈ പരമേശ്വരജി എഴുതുന്നൊരു പുസ്തകമുണ്ട് ഈ ഹിന്ദു മഹാമണ്ഡലത്തെക്കുറിച്ച്. ഭ്രാന്താലയമായിരുന്ന കേരളം ഇതാ തീർത്ഥാലയമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരുന്നത്. അതൊക്കെ വരുന്ന ചരിത്രം ഇവിടെ നിന്നാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ധ്വനിയുണ്ട്. ഞാനത് പൂർണ്ണമായും യോജിക്കുന്നു. എന്നാൽ VD സതീശൻ്റെ കാര്യത്തിലോ 3 കാര്യങ്ങൾ പറയാം. ഇന്ന് VD സതീശൻ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സുകുമാരൻ നായരുടെ ഒരു ആശങ്ക UDF അധികാരത്തിൽ വരുമ്പോൾ
വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങൾ മുസ്ലിം ലീഗിന് കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പ്, ഇൻഡസ്ട്രിയൽ വകുപ്പ്, ഈ വകുപ്പുകളെല്ലാം സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക പാർട്ടിക്ക് പോകുന്നത് എല്ലാ കാലത്തും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതാണൊരു സംശയം. രണ്ടാമത്തെ ഒരു കാര്യം, വി ഡി സതീശനെ അറ്റാക്ക് ചെയ്തതിനൊരു കാരണമുണ്ട്. കാര്യം വി ഡി സതീശൻ സംശയ നിഴലിലാണ്. കാരണം വി ഡി സതീശൻ പറഞ്ഞ ചില പ്രസ്താവനകൾ ഒക്കെ ആ വിശ്വാസത്തെ കുറയുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ ധാരണയുണ്ട്. ഉദാഹരണത്തിന് ഈ തിണ്ണനിറങ്ങാൻ പോകുന്നു എന്നുള്ള പ്രയോഗം വി ഡി സതീശൻ നടത്തേണ്ട കാര്യമുണ്ടോ? ഈ ഒരു വിപ്ലവകാരിയായിട്ട് സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതേ വി ഡി സതീശൻ തന്നെ 1.5 മണിക്കൂർ NSSന്റെ വരാന്തയിൽ പോയി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഒടുവിൽ പറയേണ്ടി വന്നില്ലേ? സുകുമാരൻ നായരെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നില്ലേ ആ പ്രസ്താവന കൊണ്ട് ചെയ്ത്? അതിനുശേഷം സിനഡിലേക്ക് പോകുമ്പോഴല്ലേ ഈ സാധനം വരുന്നത്. നിങ്ങൾ ഒന്ന് പുറത്തു പറയുക, മറ്റൊന്ന് ചെയ്യുക. അതാണിത് പറയുന്നത്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പ്രതിപക്ഷ നേതാവിനെ പറയാനുള്ള 3 സാഹചര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്നത് പോലെ NSSന്റെ ആസ്ഥാനത്ത് പോയി സുകുമാരൻ നായരെ കണ്ട് NSSന്റെ ആശീർവാദം വാങ്ങാൻ വേണ്ടിയിരിക്കുകയും അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് തിണ്ണനിറങ്ങാൻ പോവില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. 2, സിനഡിലേക്ക്, അതും ഔദ്യോഗിക കാർ ഉപേക്ഷിച്ചുകൊണ്ട് സിനഡിലേക്ക് പോകുന്നു. പോകണ്ടായെന്നൊന്നുമല്ല, പി രാജീവ് അവിടെ പോയിട്ടുണ്ടല്ലോ. പി രാജീവ് ആരുടെ തിണ്ണനിറങ്ങാൻ പോകുന്നില്ല എന്ന പദപ്രയോഗം നടത്തുന്നില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഈ ജയിക്ക് പോയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പെരുന്നയിലേക്ക്. ഇതൊന്നും ആരും അറിയാതെ പോകുന്നില്ല. എന്നിട്ട് തിരിഞ്ഞു വന്ന് വലിയ വിപ്ലവ നായകനായി നടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ വർഗീയത. ഇന്നിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ ഈ പരമേശ്വരജിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത അതേപോലൊരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ 2013 പങ്കെടുത്ത ആ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് VS അച്യുതാനന്ദൻ അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. 2006 മനക്കേപ്പൊടി സ്കൂളിൽ ഈ ഭാരതാംബയുടെയും ഗോൾവാൾക്കറിന്റെയും ചിത്രത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് VS അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ടോ? 2 പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ചടങ്ങിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ പൂജ ചെയ്ത് നിലവിളക്ക് കൊളുത്തിയതിന്റെ കാരണം എന്താ? വി ഡി സതീശൻ പറയാതെ പോയത്. അപ്പോൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ കെ സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വി ഡി സതീശൻ പറഞ്ഞത് മാത്രമേ രമേശിനെ തള്ളി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ചു. അത് ഏറെക്കുറെ ശരിയുമാണ്. അത് ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ മതേതരവാദിയായിട്ട് പറയും, പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ വരുമ്പോൾ അത് മതരാഷ്ട്രവാദം ഇല്ലെന്ന് പറയും. അതെങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ ചർച്ചകൾ ആ അർത്ഥത്തിൽ പോകുമ്പോൾ നമ്മൾ അതിനെ ഇഴകീറി തന്നെ കാണണം എന്നുള്ളതാണ്. ആ ചർച്ചകൾ ആത്യന്തികമായി കേരളത്തിൻ്റെ സാമൂഹികാരോഗ്യത്തിന് ഗുണകരമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ ആഹ്വാനത്തെ സുകുമാരൻ നായർ പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏത് ആഹ്വാനത്തെ? നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള ആർഗ്യുമെൻറ്റ്. അവിടെ നിങ്ങൾ എക്സ്ക്ലൂഷണറി പൊളിറ്റിക്സ് ആണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്. അത് മുസ്ലിം വിഭാഗത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ളതാണ്. മുസ്ലിം വിഭാഗം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഏതൊരു നീക്കവും അത്യന്തം അപകടകരമായ വർഗീയ ധ്രുവീകരണം തന്നെയാണ്. അവരില്ലാതെ നമ്മൾ പൂർണ്ണമാവില്ല എന്നതാണ് എൻ്റെ ടേക്ക്. വർഗീയ ആഹ്വാനമോ എന്ന ചോദ്യത്തിന് 4 പേരും യെസ് എന്നാണ് ഉത്തരം. Meet the editors.